തിരിച്ചെത്താം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ എൻ പി ചെക്കുട്ടി കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ വരികൾക്കിടയിലൂടെ തന്നെ വായിച്ചെടുക്കാം. എന്താണ് തരൂർ ലക്ഷ്യമിടുന്നത്? അത് കേരളത്തിലെ ഒരു നേതൃസ്ഥാനമാണ്, മുഖ്യമന്ത്രി സ്ഥാനം എന്ന് വരെ പറഞ്ഞു നിൽക്കുന്നതിൽ അതിശയോക്തിയില്ല. അദ്ദേഹം അത് ലക്ഷ്യമിടുന്നു. വിശ്വപൗരനായി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യാം. പക്ഷേ കോൺഗ്രസിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സ്വാഭാവികമായും അവഗണിക്കാൻ, അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കാനുള്ള ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നു. പക്ഷേ ഇത് എത്രത്തോളം ഗുണകരമായി ഇവിടെ നടപ്പാക്കാൻ കഴിയും? ശശി തരൂരിന്റെ അതൃപ്തി കൂടുതൽ പുകയുകയല്ലേ ഉള്ളൂ? അല്ല, ഒന്നാമത്തെ കാര്യം, ശശി തരൂരിന് കേരളത്തില് അദ്ദേഹം വിചാരിക്കുന്ന തരത്തിലുള്ള വലിയൊരു അസാധാരണമായ ജനപ്രീതിയൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ സർവേകളിലൊക്കെ തന്നെ തന്റെ പേരിന് അനുകൂലമായിട്ടുള്ള ഒരു ഇതാണുള്ളത്, തനിക്ക് വലിയ ജനപിന്തുണയുണ്ട് എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ആകെ ഏതാണ്ട് 15,000 വോട്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ആ സമയത്ത് ഏതാണ്ട് 3.5 ലക്ഷം വോട്ട് എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് കെ സുധാകരന് പോലും 1 ലക്ഷത്തിലേറെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയാല് ശശി തരൂരിന്റെ അവകാശവാദത്തിൽ എന്ത് പ്രസക്തിയാണെന്നുള്ളതെന്ന് രാഷ്ട്രീയമായിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അദ്ദേഹത്തിന് കാണാൻ വേണ്ടി ആളുകളൊക്കെ പോകുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഇതിലുള്ള കഴിവുകളൊക്കെ ആളുകൾ അത്ഭുതത്തോടുകൂടി കേൾക്കുന്നുണ്ടാവും. പക്ഷെ അതല്ല വിഷയം. ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷ അറിയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഒരാളെ കേരളത്തിന് മുഖ്യമന്ത്രിയാക്കാലോ. അപ്പൊ അങ്ങനെയല്ല അത്. രാഷ്ട്രീയമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യനായിട്ടുള്ള ഒരാളാണോ അദ്ദേഹം എന്നുള്ളതാണ് വിഷയം. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ശശി തരൂരിന്റെ നിലപാടുകൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഈ എക്സ്ട്രീംലി കോർപ്പറേറ്റ് അനുകൂലമായ നിലപാടുകൾ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കേരളത്തിലെ കടലോര പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ ഇവിടെയൊക്കെ നടക്കുന്ന വികസനത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു വെട്ടിപ്പിടുത്തമുണ്ട്. ഈ നമ്മുടെ മലനാട് ഏതാണ്ട് തകർച്ചയുടെ വക്കിലാണ്. നമ്മുടെ ഇടനാട്ടിലുള്ള ഈ വലിയ വികസനത്തിന്റെ പേരിൽ ഈ നമ്മുടെ പരിസ്ഥിതി ആകെ തകർക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ തീരദേശങ്ങളിൽ ഇപ്പൊ കടൽ ഊറ്റിയെടുത്തുകൊണ്ട് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുടെ ജീവിതം തകർക്കപ്പെടുകയാണ്. ഈ ഒരു വസ്തുത, അതിനകത്ത് ഇരയാവുന്ന മനുഷ്യരുടെ അതിഭീകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ, ഇതൊന്നും അദ്ദേഹത്തെ ഒട്ടും അലട്ടുന്നില്ല. അദ്ദേഹം കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരു നിലപാടുകളെ മാത്രമാണ് പാടിപ്പുകഴ്ത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വികസനത്തിന്റെ കണ്ണഞ്ചിക്കുന്ന നേട്ടങ്ങളെ മാത്രമാണ് അദ്ദേഹം കാണുന്നത്. അത് സ്വാഭാവികമാണ്. വിശ്വപൗരന്മാർക്ക് വിമാനത്താവളത്തിലും എയർപോർട്ടിലും ഒക്കെയാണ് അവരുടെ ജീവിതം. അപ്പം ജനങ്ങൾക്കിടയിൽ അവരധികം ജീവിക്കുന്നില്ല. ആ ഒരു എന്താ പറയുക, ജനജീവിതത്തിന്റെ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളായിട്ടാണ് ശശി തരൂർ ഇപ്പോ ജനങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. അത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എൻ പി ചെക്കുട്ടി. തങ്ങളുടെ നിരീക്ഷണത്തിന് അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ശശി തരൂരിൻ്റേത് അതിമോഹമാണെന്നാണ് പറയുന്നത്. ശശി തരൂർ അവകാശപ്പെടുന്ന ഒരു ജനപിന്തുണ അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും പരിശോധിച്ചാൽ നമുക്കറിയാം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. മാത്രമല്ല BJP ഒരിക്കലും അവിടെ ജയിക്കരുത് എന്ന് കരുതി ഒന്നിച്ച ആളുകളാണ് ശശി തരൂരിനെ അവിടെ ജയിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവകാശവാദം, ജനകീയ പിന്തുണ എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ളതൊന്ന് ചിന്തിക്കാനുള്ള സമയം കൂടിയാണ്. ശ്രീ എൻ പി ചെക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പങ്കുവച്ചത്. റിപ്പോർട്ട് നൽകിയത് KR സാജു.